പ്രതിയായി ആരോപിക്കപ്പെട്ട സത്യഭാമ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതുകൊണ്ടും പ്രതിയുടെ പ്രായവും ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന കാരണത്താലും എന്തൊരു കരച്ചിലാടോ ഇത്? ഈ കുഞ്ഞിന് വായം കഴിക്കത്തില്ലേ? എത്ര നേരം ഇതേനെ കരയാൻ തുടങ്ങിയിട്ട്? എന്തോടോ ഇത്? ഞാനൊന്നും പറയുന്നില്ലേ. എന്നോട് ഈ കൊച്ചിന്റെ കാര്യത്തിൽ യാതൊരു അഭിപ്രായവും പറയരുതെന്ന. അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല. എടോ പിള്ളേ, ഇത് എന്റെ വീടാ. ഇവിടെ തനിക്ക് എന്റെ അഭിപ്രായം പറയാം. അല്ലെങ്കിൽ തന്നെ താൻ എന്തോ പറഞ്ഞേ? ഇങ്ങനെ പോയാ ഈ കുടുംബം മുടിയുന്നില്ലേ? അതെ, അതല്ലേ സാറേ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ആ കേക്കുന്നതേ അപായ സൈറനാ. പൊന്നി, അതിനെന്തെങ്കിലും കൊടുത്ത് ഉറക്കാൻ നോക്ക്. ഇല്ലെങ്കിലേ ഞങ്ങളുടെ കാതിന്റെ ഡയഫ്രം വരെ അടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഇതങ്ങനെ ഒന്നും അടങ്ങുന്ന കൊച്ചല്ല സാറേ. ഇത് ഇവിടെ ഉള്ളവരുടെ മുഴുവൻ കണ്ണീര് കാണാനായിട്ട് ഭൂമിയിലേക്ക് പ്രത്യേകം ജനിപ്പിച്ച് വിട്ടിരിക്കുന്നതാ. എടോ ചുമ്മാ കരുനാക്കുളച്ചൻ പറയാടോ. ഭാമയുടെ കാര്യം എന്താവോ എന്തോ. ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു. എല്ലാ ദൈവങ്ങളെ വിളിച്ച് ഞാൻ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ഒരു കാര്യമില്ല. ഞാൻ നോക്കിയിട്ട് കാര്യങ്ങളുടെ കിടപ്പ് ഇങ്ങനെയാണെങ്കിൽ ജാമ്യം കിട്ടാൻ ഒരു സാധ്യതയില്ല. വന്നു കയറിയിരിക്കുന്നതേ മുച്ചൂട് മുടിക്കുന്ന അസുര ജന്മമാ. അതാരാ? ഈ കൊച്ചു തന്നെയാ. കേട്ടില്ലേ കീറി പൊളിക്കുന്നത്? ഇവിടെ ആരാ സ്വസ്ഥതയോടെ നിൽക്കുന്നത്? സാറെന്ന് പറഞ്ഞേ, ആർക്കെങ്കിലും സ്വൈരമുണ്ടോ? സമാധാനമുണ്ടോ? ഒന്ന് ശരിക്കും കിടന്ന് ഉറങ്ങാൻ പറ്റുന്നുണ്ടോ? കണ്ണടച്ചാ മുന്നിൽ കാണുന്നത് 100 കൂട്ടം പ്രശ്നങ്ങളല്ലേ? അപ്പൊ ഇയാൾ പറയുന്നത് ഭാമയ്ക്ക് ജാമ്യം കിട്ടത്തില്ലെന്നോ? നിലവിലെ സാധ്യത വെച്ച് ചാൻസ് കുറവാന്നാ പറഞ്ഞത്. എന്ന് വെച്ച് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കാതിരിക്കില്ല കേട്ടോ. എന്റെ സാറേ, സ്വർണം കായ്ക്കുന്ന മരമാണെങ്കിൽ വീട്ടിന്റെ മുകളിൽ വന്നാ നമ്മൾ എന്താ ചെയ്യാ? അത് വെട്ടിക്കളയാനല്ലേ നോക്കൂ. ഇവിടെ നമ്മൾ നോക്കേണ്ടത് നമ്മുടെ നിലനിൽപ്പാ. ആ കൊച്ചു ഇവിടെ വന്നതിന് ശേഷം നടക്കാൻ പാടില്ലാത്തതൊക്കെ നടന്നു. ഇനി ഇതിലും വലിയ ദുരന്തങ്ങൾ വരും. ആ ദുരന്തം നേരിടാൻ നിൽക്കാതെ ദുരന്തം വരാതിരിക്കാനുള്ള വഴികൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നോക്കിയല്ലേ നല്ലത്. ഇയാളെന്തീ പറഞ്ഞു വരുന്നേ? കേട്ടില്ലേ കിടന്ന് കീറി പൊളിക്കുന്നത്? നമ്മുടെയൊക്കെ കാലനായി ജനിച്ചിരിക്കുന്ന ആ കൊച്ചിനെ ഇവിടെ ഇനി വേണോ സാറേ? ഇയാളെന്തീ പറഞ്ഞു വരുന്നേ? കൊണ്ടുപോയി മറ്റെവിടെയെങ്കിലും ആക്കണം സാറേ. എന്നാലേ ഈ വീടും വീട്ടിലുള്ളവരും രക്ഷപ്പെടുമെന്നുണ്ടെങ്കിൽ അത് തന്നെ ചെയ്യണം. അവനവന്റെ ജീവിതം അതാണ് മുഖ്യം. അത് കഴിഞ്ഞേ എന്തും ഉള്ളൂ. എന്തും. പ്രതിയായി ആരോപിക്കപ്പെട്ട സത്യഭാമ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തതുകൊണ്ടും പ്രതിയുടെ പ്രായവും ക്രിമിനൽ പശ്ചാത്തലം ഇല്ല എന്ന കാരണത്താലും സ്റ്റേഷൻ അതിർത്തി വിട്ടു പോകാൻ പാടില്ല എന്ന വ്യവസ്ഥയിലും 2 ആൾ ജാമ്യത്തിന്റെ പുറത്ത് ജാമ്യം അനുവദിക്കുന്നു. കേസിന്റെ തുടർന്നുള്ള വാദം അടുത്ത മാസം 28-ാം തീയതിയിലേക്ക് മാറ്റിവെച്ചിരിക്കുന്നു. സത്യമേ, തക്ക സമയത്ത് നീ വന്നല്ലോ. ഇതിനെങ്ങനെയാ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല.
അരുണെ പോലൊരു അഡ്വക്കേറ്റ് ഇല്ലായിരുന്നെങ്കിൽ ഈ കേസിൽ ചിലപ്പോൾ ജാമ്യം പോലും കിട്ടില്ലായിരുന്നു. അവർക്ക് കാണിക്കാൻ തെളിവൊന്നുമില്ലായിരുന്നു. അത് തന്നെയാ നമ്മുടെ വിജയവും. എവിടെയെങ്കിലും ഒരിടത്തൊരു തെളിവുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ചിലപ്പോ പെട്ടുപോയേനെ. ആ, ഇത് അമ്മയുടെ റൈറ്റ് ഹാൻഡ്. ബിസിനസ് ഒക്കെ നോക്കി നടത്തുന്നതും ഇയാളാ, ശിവൻ. ആ, ഹലോ. ഹായ്. നേരിട്ട് കാശ് വാങ്ങിച്ച ഏർപ്പാടായതുകൊണ്ടാ നമുക്ക് രക്ഷയായത്. ഒരു മിനിറ്റ്. സത്യമ്മേ, ഇനി സത്യമ്മ ഒന്നും കൊണ്ടും പേടിക്കണ്ട. ഇനി സത്യമ്മയ്ക്ക് ഇതിന്റെ പേരിൽ ഒരു പ്രശ്നവും വരില്ല. എന്താച്ചാ, എന്നാ ഉണ്ടായത്? മോളെ, മൂർത്തി വാതിലടച്ച് അകത്തിരിക്കുക. വിളിച്ചിട്ട് തുറക്കുന്നില്ല. മോളൊന്ന് വിളിക്ക. നിന്നെ ആദ്യം വിളിക്കണമല്ലോ എന്ന് കരുതി ദുർഗയെ ഞങ്ങൾ വിളിച്ചു വരുത്തി. അവള് വന്ന് വിളിച്ചിട്ടും വാതിൽ തുറക്കുന്നില്ല. അതെങ്ങനെ വാതിൽ തുറക്കും? ആകെയുള്ളൊരു ചേച്ചിയെ വന്നു കയറിയ ഭാര്യ ശത്രുസ്ഥാനത്താക്കി പറഞ്ഞ് ധരിപ്പിച്ചു വച്ചിരിക്കല്ലേ? ഞാൻ പറഞ്ഞതിനപ്പുറം പോകാത്ത എന്റെ അനുജനെ എന്നിൽ നിന്ന് ഇത്രയധികം അകറ്റിയത് ഇവൾ ഒറ്റ ഒരുത്തിയാ. ഞാനിപ്പോ എന്താ ദുർഗിച്ചി വേണ്ടത്? അകത്ത് മുറി അടച്ചിരിക്കുന്ന എന്റെ ഭർത്താവിനെ പുറത്തിറക്കണോ? അതോ ദുർഗിച്ചയായിട്ട് യാതൊരു കാരണവും ഇല്ലാത്ത കാര്യത്തിന് ചുമ്മാ വായിട്ടലക്കണോ? കോടതിയിൽ ഒരുപാട് വായിട്ടലച്ചിട്ടാ ഞാനിപ്പോ വരുന്നേ. അതുകൊണ്ട് പ്ലീസ് എന്നെ ഒന്ന് വെറുതെ വിട്. കണ്ടില്ലേ അവളുടെ ഒരു അഹമ്മതി? ഇതുകൊണ്ടാ പലപ്പോഴും ഞാൻ ഇങ്ങോട്ട് കയറാൻ മടിക്കുന്നത് തന്നെ. എന്റെ കുഞ്ഞെ, നീ ഒന്ന് വായടയ്ക്ക്. അവനാ മൂർത്തിയെ ഒന്ന് വിളിക്കട്ടെ. അവനെ മുറിക്കകത്ത് നിന്ന് പുറത്തിറക്കുകയാണല്ലോ നമ്മുടെ ഇപ്പോഴത്തെ ലക്ഷ്യം. ആ ഒരു കാര്യം ആദ്യം നടക്കട്ടെ. മൂർത്തി, മൂർത്തി, മൂർത്തി. അല്ലെങ്കിലും ഞാൻ എന്നിവിടെ ഒരു അധികപ്പറ്റാണല്ലോ. എന്റെ വാക്കുകൾക്കും ആരും വില കൊടുക്കാറുമില്ലല്ലോ. ഞാൻ അന്നേ പറഞ്ഞതാ, വാക്കിന് വിലയില്ലാത്ത വക്കീല് പണി പഠിച്ച പെണ്ണിനെ ഒന്നും എന്റെ അനിയന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരണ്ടെന്ന്. കേട്ടില്ലല്ലോ. നീ ഒന്ന് വായടയ്ക്ക്. ആദ്യം മൂർത്തിയെ ഒന്ന് വിളിച്ചിറക്കട്ടെ.